ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. ഞാൻ പാർവതി ഗിരീഷ്. N4 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. മുസ്ലിം ലീഗ് ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഒറ്റപ്പാലം നഗരസഭ ദുർഭരണത്തിന്റെ കൂത്തരങ്ങായി മാറുന്നു എന്നാരോപിച്ച് മുസ്ലിം ലീഗ് ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. തകർന്ന റോഡുകൾ ഗതാഗതയോഗ്യമാക്കുക, നടപ്പു വർഷ പദ്ധതികൾ വേഗത്തിൽ പൂർത്തീകരിക്കുക, താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുക, തെരുവ് നായ്ക്കളുടെ നിയന്ത്രണത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ മാർച്ച് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക തലങ്ങളിലെ പ്രശ്നങ്ങൾ പുറത്തുനിന്ന് വരുന്ന ഞാനൊക്കെ വിശദീകരിക്കുന്നതിനേക്കാൾ നല്ലത് ഈ മുനിസിപ്പാലിറ്റിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിചയമുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ വിശദീകരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ജലീലിനെ കൊണ്ടും കാസിമിനെ കൊണ്ടൊക്കെ ആദ്യം സംസാരിപ്പിച്ചത്. സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയ ഒരാശയമുണ്ട്. ആരോടാണിത് പറയുന്നത്, ആരോടാണിത് പറയുക എന്നുള്ളതിനെ സംബന്ധിച്ച് അറിയില്ല. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കണമെങ്കിൽ പദ്ധതി നിർവഹണത്തിന് ആവശ്യമായ ക്യാഷ് ഇവിടേക്ക് കിട്ടണം. ഇനി കാശ് വന്നാൽ സ്വാഭാവികമായും അത് ട്രഷറിയിൽ നിക്ഷേപിക്കാൻ പറയും. ട്രഷറിയിൽ നിക്ഷേപിച്ചാൽ അതിന് ബാൻ ഏർപ്പെടും. ഇപ്പം തന്നെ 1 ലക്ഷം രൂപയുടെ മുകളിലുള്ള ഒരു ബില്ലും മാറരുത് എന്ന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അത് മുനിസിപ്പാലിറ്റിയിൽ ശമ്പളം കൊടുക്കൽ ഇവിടുത്തെ ഓൺ ഫണ്ടിൽ നിന്നാണ് എന്ന് തോന്നുന്നു. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് അടുത്ത മാസം ശമ്പളം കിട്ടുമോ എന്ന് ആലോചിക്കേണ്ട സന്ദർഭത്തിലാണ് നമ്മൾ ഈ സമരം നടത്തുന്നത്. പിന്നെ ലഭ്യമാകുന്ന ക്യാഷ് അത് വിഡ്രോ ചെയ്യാൻ ബന്ധപ്പെട്ട ഈ സമിതിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക എന്നുള്ള കാര്യം വളരെ വ്യക്തമായി ആലോചിക്കേണ്ടതാണ്. ഒന്ന് ഇത് സംബന്ധമായി പറയാനുള്ളൂ, ഈ സംവിധാനം വരാൻ വേണ്ടി യാസീൻ ഓതിയ ആളുകളൊക്കെ അടിയന്തരമായി ഖത്തം ഓതണം. ഇത് അവസാനിപ്പിച്ചിരിക്കാനെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് കാസിം സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് PMA ജലീൽ അധ്യക്ഷത വഹിച്ചു. M ഉമ്മർ, ഫാറൂഖ്, K സൈദലവി, P കാസിം, MV അബൂബക്കർ, കൗൺസിലർമാരായ ആമിന സമീർ, ഫൗസിയ ഹനീഫ, നുഷി നൈസാം എന്നിവർ പ്രസംഗിച്ചു. KMCC നേതാക്കളായ K ഷൗക്കത്ത്, A ഷറഫുദ്ദീൻ, MV സറഫുദ്ദീൻ, A അബ്ദുൾ അസീസ്, M അബ്ദുൾ നിയാസ്, P ബഷീർ, M റഫീഖ്, MV ഷറഫുദ്ദീൻ, K ഷമീർ, സുഹറ സൈദലവി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. മാർച്ചിനു ശേഷം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചെയർപേഴ്സന് നിവേദനം നൽകി. നെല്ലായിയിൽ അധ്യാപക സംഗമം സംഘടിപ്പിച്ചു. നെല്ലായ കൊച്ചിൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പൂർവ്വ അധ്യാപക സംഗമം KP രമണൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ഗീത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം അജില നന്ദി രേഖപ്പെടുത്തി. PG നിർമ്മൽ, അലി ഇക്ബാൽ, ശിവദാസൻ, മോഹൻദാസ്, അച്യുതൻകുട്ടി, വേണു കുഞ്ചപ്പാടം, നാരായണൻ, KSPA ജില്ലാ പ്രസിഡന്റ് ജയപ്രകാശ്, ജില്ലാ സെക്രട്ടറി മഹേഷ് കുമാർ, സ്വാഗത സംഘം കൺവീനർ ബാലകൃഷ്ണൻ, ഗംഗാധരൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക കൂട്ടായ്മയിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. വഴുതന, തക്കാളി, മുളക് തുടങ്ങിയ പച്ചക്കറി തൈകളും വിത്തുകളും ഞാറ്റുവേല ചന്തയിൽ വിതരണം ചെയ്തു. കൃഷി വകുപ്പിന്റെ പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി കൃഷിഭവൻ മുഖേന 6000-ഓളം പച്ചക്കറി തൈകളാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാറ്റുവേല ചന്തയിൽ കർഷകർ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറി തൈകൾ, വിത്തുകൾ, വളം തുടങ്ങിയവയുടെ വിപണനവും നടന്നു. ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് P ജയശ്രീ വിത്തും തൈകളും കർഷകർക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. അത്യുത്പാദന ശേഷിയുള്ള പച്ചക്കറി തൈകൾ വിൽപ്പന കൃഷിഭവനിൽ തുടരുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. പച്ചക്കറി തൈകൾക്കായി കൃഷിഭവനിൽ നേരിട്ടെത്തണം. പൂക്കോട്ടുകാവ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കൃഷി ഓഫീസർ TP ഊർമിള,
കർഷക സഭയെക്കുറിച്ചും 2023-24 വർഷത്തെ പദ്ധതികളെക്കുറിച്ചും സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. വാർത്തകൾ തുടരുന്നു. ജില്ലയിൽ സ്പർശ് സർവീസ് സെന്റർ ആരംഭിച്ചു. മിലിറ്ററി സർവീസ് പെൻഷൻ, ഫാമിലി പെൻഷൻ എന്നിവ ലഭിക്കുന്ന വിമുക്ത ഭടന്മാരുടെയും വിധവകളുടെയും സംശയങ്ങൾ പരിഹരിക്കുന്നതിനായി പുതുപരിയാരത്ത് ECHS പോളിടെക്നിക്കിന് സമീപത്തുള്ള ജില്ലാ എക്സ് സർവീസ്മെൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് വെൽഫെയർ സൊസൈറ്റി ബിൽഡിംഗിൽ സ്പർശ് സർവീസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ചെന്നൈ കൺട്രോൾ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സ് ജയശീലൻ ഉദ്ഘാടനം ചെയ്തു. 32 ലക്ഷം പ്രതിരോധ കുടുംബ പെൻഷൻകാരിൽ 28.6 ലക്ഷം പേർ സ്പർശ് മോഡ്യൂളിലേക്ക് മാറിയിട്ടുണ്ടെന്നും ബാക്കിയുള്ളവർ ഉടനെ തന്നെ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്പർശ് സർവീസ് സെൻ്ററുകളെ പ്രവർത്തിക്കുന്ന 7 ഡിഫൻസ് പെൻഷൻ ഡിസ്ബേഴ്സിംഗ് ഓഫീസുകളാണ് കേരളത്തിലുള്ളത്. പാലക്കാട്, ആലപ്പുഴ, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലേക്ക് സ്പർശ് സെൻ്റർ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ പാലക്കാടുള്ളതാണ് ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വിമുക്ത ഭടന്മാരുടെ പെൻഷനുമായി ബന്ധപ്പെട്ട് അലഹാബാദ് PCDA-യുടെ നിയന്ത്രണത്തിലുള്ള സെൻട്രൽ സോഫ്റ്റ്വെയറാണ് സ്പർശ്. സ്പർശ് സർവീസ് സെൻ്ററിലൂടെ പെൻഷൻ സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും സേവനങ്ങൾക്കും പരിഹാരം കാണും. സമീപ ജില്ലകളിലെ വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും ജില്ലയിൽ ആരംഭിച്ച സ്പർശ് സർവീസ് സെൻ്റർ ഉപകാരപ്രദമാകും. പരിപാടിയിൽ പുതിയ പെൻഷൻ ഗുണഭോക്താക്കളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. അസിസ്റ്റന്റ് കളക്ടർ OV ആൽഫ്രഡ്, ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ തുടങ്ങിയവർ പങ്കെടുത്തു. റേഷൻ കാർഡുകളിലെ തെറ്റുതിരുത്താൻ തെളിമ പദ്ധതി. റേഷൻ കാർഡുകളിലെ തെറ്റുകൾ തിരുത്തുന്നതിനും ആധാർ നമ്പർ ലിങ്ക് ചെയ്യുന്നതിനും തെളിമ പദ്ധതിയുമായി ഭക്ഷ്യപൊതുവിതരണ വകുപ്പ്. റേഷൻ കാർഡ് പുതുക്കലുമായി ബന്ധപ്പെട്ട് ഡാറ്റ എൻട്രിയിലുണ്ടായ തെറ്റുകൾ തിരുത്താൻ കാർഡുടമകൾക്ക് ഈ പദ്ധതിയിലൂടെ സാധിക്കും. കാർഡ് അംഗങ്ങളുടെ പേര്, ഇനീഷ്യൽ, മേൽവിലാസം, കാർഡ് ഉടമയുമായുള്ള ബന്ധം, അംഗങ്ങളുടെ തൊഴിൽ തുടങ്ങിയ വിവരങ്ങളിലെ തെറ്റുകളും LPG വിവരങ്ങളിലെ തെറ്റുകളും പദ്ധതിയിലൂടെ തിരുത്താം. എല്ലാ കാർഡ് അംഗങ്ങളുടെയും ആധാർ നമ്പർ റേഷൻ കാർഡുമായി ബന്ധിപ്പിക്കുന്നത് 2024 ജനുവരിയോടെ പൂർത്തിയാക്കുകയാണ് മറ്റൊരു ലക്ഷ്യം. ഇതിനായി എല്ലാ റേഷൻ കടകൾക്ക് മുൻപിലും തെളിമ ബോക്സുകൾ സ്ഥാപിക്കും. തിരുത്തലിനുള്ള അപേക്ഷകൾ ഈ ബോക്സിനുള്ളിൽ നിക്ഷേപിക്കാം. ഡിസംബർ 15 വരെ പൊതുജനങ്ങൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. റേഷൻ ഡിപ്പോയിൽ നിന്നും ലഭിക്കുന്ന ഭക്ഷ്യസാധനങ്ങളുടെ ഗുണനിലവാരം, അളവ് തുടങ്ങിയ വിവരങ്ങളും ലൈസൻസി, സെയിൽസ്മാൻ എന്നിവരുടെ പെരുമാറ്റം സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. റേഷൻ കാർഡുകളിലെ തെറ്റുകൾ തിരുത്തുന്നതിനും പുതിയ ആളുകളെ ഉൾപ്പെടുത്തുന്നതിനും റേഷൻ കടകളിൽ ഇപ്പോൾ സൗകര്യമുണ്ട്. SYS ചെർപ്പുളശ്ശേരി യൂത്ത് പാർലമെന്റ് നടന്നു. SYS ചെർപ്പുളശ്ശേരി സോൺ യൂത്ത് പാർലമെന്റ് SMA സംസ്ഥാന ജനറൽ സെക്രട്ടറി മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക വികസനം, സാംസ്കാരിക നിക്ഷേപം എന്ന ശീർഷകത്തിൽ ടീം ഒലീവ്, പ്രാസ്ഥാനികം, സൗഹൃദം വിഭാഗങ്ങളിൽ 400ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജില്ലാ സെക്രട്ടറി ഉമർ ഫൈസി മാരായമംഗലം പതാക ഉയർത്തി. SYS സോൺ പ്രസിഡന്റ് റഫീഖ് സഖാഫി പാണ്ടമംഗലം അധ്യക്ഷത വഹിച്ചു. സാമൂഹിക വികസനം, സാംസ്കാരിക നിക്ഷേപം, സോഷ്യൽ ആക്ടിവിസം, സാധ്യതാ പ്രയോഗം, പരിസ്ഥിതി, വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, തൊഴിൽ, സംരംഭകത്വം, സ്ത്രീ, കുടുംബം, നിലപാട്, നേർവഴി തുടങ്ങിയ വിഷയങ്ങളിൽ മുസ്തഫ P. അറൈക്കൽ, സാദിഖ് സഖാഫി പെരുന്താട്ടിരി, മുഹമ്മദ് അലി കിനാലൂർ, KB ബഷീർ, റഫീഖ് മാസ്റ്റർ കൈലിയാട്, മുനീർ പാഴൂർ, അബ്ദുറഷീദ് അൽഹസനി ആലത്തൂർ, ബഷീർ സഖാഫി വണ്ടിത്താവളം തുടങ്ങിയവർ സംസാരിച്ചു. ലോക്കൽ ഹിസ്റ്ററി സുധാകരൻ മാസ്റ്ററുമായി KM സഖാഫി മാരായമംഗലം അഭിമുഖം നടത്തി. സഗരിയ സഹദി മാരായമംഗലം, ഉമ്മർ സഖാഫി മാവുണ്ടിരി, ഇർഷാദ് ഹുസൈൻ പൂതക്കാട് എന്നിവർ പേപ്പർ പ്രസന്റേഷൻ നടത്തി. തുടർന്ന് പ്രാദേശിക വികസന സെഷനിൽ ഷൊർണൂർ MLA മമ്മിക്കുട്ടി സദസ്സുമായി സംവദിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്തിൽ നിന്നും വിരമിക്കുന്ന ലോവർ ഡിവിഷൻ ക്ലാർക്കുമാർക്ക് യാത്രയയപ്പ് നൽകി.
മങ്കര ഗ്രാമപഞ്ചായത്തിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ക്ലർക്കുമാരായ സുദേശ് എസ് ഉണ്ണികൃഷ്ണൻ, EM ഉണ്ണികൃഷ്ണൻ എന്നിവർക്ക് മങ്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും ജീവനക്കാരും ചേർന്ന് യാത്രയയപ്പ് നൽകി. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും പലതും നമുക്ക്, അതായത് ഒരു ക്ലർക്കിനെ സംബന്ധിച്ച് നികുതി 100% പിരിക്കുക എന്നത് വലിയൊരു കടമ്പയാണ്. ആ കടമ്പ സുദേശ് ഇരുന്ന 5 കൊല്ലവും സുദേശിന്റെ സെക്ഷനിലും 6ാമത്തെ കൊല്ലമാണ് 5 കൊല്ലവും 100% നികുതി പിരിവ് ക്ലർക്കുമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായ വലിയ യജ്ഞവും സുദേശിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പിന്നെ കൊറോണയുമായി ബന്ധപ്പെട്ട് ലൈസൻസും മറ്റ് സെക്ഷനുകളും വരുമ്പോൾ ആളുകൾ തന്നെ വന്നിട്ട് ലൈസൻസ് എടുക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ഗവൺമെന്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പൊ പിന്നെ സുദേശായിട്ട് പോയി ചോദിക്കേണ്ട. അതുകൊണ്ട് പിന്നെ ജനം വിചാരിച്ചു ഇത് എന്താണ്, ഇത് കൊടുക്കേണ്ടാത്ത സാധനമാണ്. മങ്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM വസന്തകുമാരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. കൊല്ലങ്കോട് ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ആലോചനായോഗം ചേർന്നു. ടൂറിസത്തിന്റെ പേരിൽ കൊല്ലങ്കോടിനെ വലിയ നിർമ്മിതികളും കെട്ടിടങ്ങളും കൊണ്ട് മാറ്റിമറിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് K. ബാബു MLA പറഞ്ഞു. കൊല്ലങ്കോടിന്റെ ടൂറിസം വികസനം ചർച്ച ചെയ്യുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ അധ്യക്ഷനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊല്ലങ്കോട് വരുന്നവരെ നല്ല രീതിയിൽ സ്വീകരിക്കണം. ടൂറിസത്തിന്റെ പേരിൽ വലിയ കോട്ടേജുകൾ, ഹോട്ടലുകൾ, റോഡ് എന്നിവ ഒഴിവാക്കി മലയും താഴ്വാരവും കൃഷിയും നീരൊഴുക്കും സംരക്ഷിക്കുന്ന പദ്ധതികളാണ് ആലോചിക്കുന്നത്. കൊല്ലങ്കോടിന് ലഭിച്ച സ്വീകാര്യത പ്രതീക്ഷകൾക്കും അപ്പുറമാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ചീഫ് സെക്രട്ടറി ഈ വിഷയത്തിൽ വലിയ താൽപ്പര്യമാണ് എടുക്കുന്നത്. പ്രകൃതിദത്ത ഉത്തരവാദിത്ത ടൂറിസം പദ്ധതികൾ നടപ്പാക്കി വിജയിച്ചവരെ ഉൾപ്പെടുത്തി സെമിനാർ നടത്തുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ ആലോചനയിലാണ്. കൊല്ലങ്കോടിന്റെ ദീർഘകാല സാധ്യതകൾ ഉപയോഗപ്പെടുത്തണം. കൊല്ലങ്കോട്ടേക്ക് സഞ്ചാരികൾ എത്തുന്നതിൽ ചിലർ ചീത്തവശങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടെ എത്തുന്ന എല്ലാവരും മാലിന്യവുമായല്ല വരുന്നത്. വളരെ കുറച്ചുപേർ മാത്രമാണ് അത്തരത്തിലുള്ളത്. മാലിന്യം മാത്രം ഉയർത്തിക്കാണിക്കുന്നവർ ടൂറിസം സാധ്യതകളെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. വരുന്നവരെ സ്വീകരിക്കാൻ കഴിയുന്ന ചിന്തയുണ്ടാവണം. വരുന്നവർക്ക് സൗകര്യമൊരുക്കാൻ നാട്ടുകാരുടെ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയണം. സഞ്ചാരികൾക്ക് കാഴ്ചയൊരുക്കുന്നതിനുള്ള പോയിന്റുകൾ മാർക്ക് ചെയ്യണം. ഇക്കാര്യങ്ങളിൽ PWD, ഫോറസ്റ്റ്, തദ്ദേശീയ സ്ഥാപനങ്ങൾ തുടങ്ങിയ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചർച്ച ചെയ്യണമെന്നും നാട്ടുകാർക്ക് പ്രയാസമില്ലാതെ പുരോഗതി ഉറപ്പാക്കുന്ന ടൂറിസം വികസനമാണ് ലക്ഷ്യമിടുന്നതെന്നും MLA പറഞ്ഞു. തെക്കേ ഇന്ത്യയിലെ ക്ലീനസ്റ്റ് വില്ലേജ് എന്ന നിലയിൽ കൊല്ലങ്കോട് ടൂറിസത്തെ മാറ്റണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര പറഞ്ഞു. ഇവിടെ എത്തുന്നവർ ഇഷ്ടപ്പെടുന്നത് നിലവിലെ തനതായ കാഴ്ചകളാണ്. അവർക്ക് നല്ല വില്ലേജ് എക്സ്പീരിയൻസ് ഒരുക്കാൻ കഴിയണം. കൊല്ലങ്കോട് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളെക്കുറിച്ചും അവിടേക്ക് എത്താനുള്ള വഴികളെക്കുറിച്ചുമുള്ള രൂപരേഖയും സഞ്ചാരികൾക്ക് നൽകുന്നത് ആലോചിക്കണം. മേഘാലയയിലെ മൗലിനോങ് മികച്ച ടൂറിസം മാതൃകയാണ്. അത്തരം മാതൃകകൾ കൊല്ലങ്കോടും പരീക്ഷിക്കാവുന്നതാണെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു.
കൊല്ലങ്കോട് കാണാനെത്തുന്നവർക്ക് കല്ലഞ്ചിറ, കൈത്തറി, കരിപ്പോട്, മുറുക്ക് എന്നിവിടങ്ങളിൽ കൂടി എത്താനുള്ള മാർഗങ്ങളും രൂപരേഖയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കുന്നതിന് കുടിവെള്ളം വലിയ കുപ്പികളിൽ മാത്രം അനുവദിക്കുന്നതിൻ്റെ സാധ്യതകൾ പരിശോധിക്കണം. മാലിന്യം വേർതിരിച്ച് നിക്ഷേപിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ പഞ്ചായത്ത് ഒരുക്കണം. പ്രദേശത്തെ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ എത്തുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി അതിന് അനുവദിക്കണം. നാടിൻ്റെ തനതായ ഭക്ഷണം വരുന്നവരെ പരിചയപ്പെടുത്തുന്നതിനുള്ള ഉത്തരവാദിത്തം കുടുംബശ്രീക്ക് ഏറ്റെടുക്കാനാവും. പോലീസ്, RTO എന്നിവർ സംയുക്തമായിരുന്നവർക്കുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ സ്വകാര്യ വ്യക്തികളുടെ കൂടി സമ്മതത്തോടെ അവരുടെ സ്ഥലം ഉപയോഗിച്ച് കണ്ടെത്തണം. ഓട്ടോ, ടാക്സി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഹോസ്പിറ്റാലിറ്റി ട്രെയിനിങ് നൽകുന്നത് ആലോചിക്കണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. അസിസ്റ്റന്റ് കളക്ടർ OV അൽഫ്രഡ്, കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സത്യപാൽ, DFO മനോജ്, CI വിപിൻദാസ്, തഹസിൽദാർ മുഹമ്മദ് റാഫി, DTPC സെക്രട്ടറി ഡോക്ടർ SV സൽബട്ട് ജോസ്, അഗ്നിരക്ഷാസേന, ഇറിഗേഷൻ, വനം, എക്സൈസ് തുടങ്ങി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, നാട്ടുകാർ, വിവിധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഗുണഭോക്തൃ സംഗമം നടന്നു. ലൈഫ് ഭവന പദ്ധതിയുടെ 2ാം ഘട്ടം 100 ഗുണഭോക്താക്കളുടെ കുടുംബ സംഗമം വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാധരൻ നിർവഹിച്ചു. ഒരു ഗുണഭോക്താവിന് പഞ്ചായത്ത് കുടുംബങ്ങൾക്ക് വീട് കൊടുക്കാൻ തീരുമാനിക്കാൻ അതിന് കടമാനുള്ള സംഖ്യ 2 കോടി രൂപ. അതുപോലെ തന്നെ ഇപ്പൊ 100 ജനറൽ വിഭാഗത്തിന് വീട് വയ്ക്കാൻ കടം വരിക 2 കോടി 20 ലക്ഷം വായ്പയുടെ അനുവദിച്ച് പുസ്തകം എന്ന നിലയിലാണ് ഇപ്പൊ 100 കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ ആവശ്യമായ ഒരു ഇടപെടൽ പഞ്ചായത്ത് നടത്തണം. നമ്മുടെ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്ര കൂടുതൽ അപേക്ഷകരുള്ള ഒരു പഞ്ചായത്ത് നമ്മുടെ പരിസര പ്രദേശത്തെ പഞ്ചായത്ത് 970 ആളുകളാണ്. വളരെ 335 കുടുംബങ്ങൾ ഭൂമിയുടെ വീടില്ല എന്ന് പറഞ്ഞത്, 135 കുടുംബങ്ങൾ ഭൂമിയുടെ വീടില്ല എന്ന് പറഞ്ഞത്. അതിന്റെ പുറമെ അതിന്റെ ഇതുമായി ബന്ധപ്പെട്ട ലിസ്റ്റിലുള്ള കുറച്ച് ആളുകൾ, ഏതാണ്ട് 1000 ആളുകളാണ് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്ത് വാസയോഗ്യമായ വീട്ടിലെല്ലാം താമസിക്കുന്നത്. പഞ്ചായത്ത് അപേക്ഷ കൊടുത്ത് സർക്കാരിന്റെ ഭവന പദ്ധതി കഴിഞ്ഞ ആഗസ്റ്റ് മാസം 16-ാം തീയതി പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ അറക്കട ലിസ്റ്റ് അവർക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞാൽ 43 കോടി രൂപ. ആ 43 കോടി രൂപ എങ്ങനെ ഉണ്ടാക്കി തരും ഡെഫിനിഷൻ എന്നതിനെ സംബന്ധിച്ച് ഇപ്പൊ കൃത്യമായ ഒരു വിവരം വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇക്കൊല്ലം മുതൽ എന്തായാലും ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഈ ലിസ്റ്റിലുള്ള എല്ലാവർക്കും വീട് കൊടുക്കുന്നതാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വീട് കൊടുക്കണമെങ്കിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഈ സാമ്പത്തിക വർഷത്തിലേക്ക് 200 കോടിയെങ്കിലും കൊടുക്കാൻ. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത അധ്യക്ഷത വഹിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിനോദ് സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP സിന്ധു, മെമ്പർമാരായ രഞ്ജിത്ത്, സിന്ധു, സുജിത്, ശങ്കരനാരായണൻ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. അനങ്ങനടി സ്വദേശിനിയായ യുവതിയെ കാണാനില്ലെന്ന പരാതി. അനങ്ങനടി പാറക്കുളം സ്വദേശിനിയായ 39 വയസ്സുകാരി ദിവ്യയാണ് ഈ മാസം 23 മുതൽ ഭർത്താവ് അച്യുതന്റെ സ്വദേശമായ അമ്പലപ്പാറ വെച്ച് കാണാതായത്. തുടർന്ന് അച്യുതൻ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകി. ദിവ്യയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഒറ്റപ്പാലം പോലീസിൽ ഉടൻ വിവരം അറിയിക്കണമെന്ന് ദിവ്യയുടെ അച്ഛൻ വിശ്വനാഥൻ പറഞ്ഞു. എൻ്റെ മകൻ നവംബർ 23 മുതൽ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫോട്ടോകൾ അയക്കുകയും പത്രത്തിൽ പരസ്യം കൊടുക്കുകയും പോലീസിൽ അന്വേഷിക്കുകയും ചെയ്തു. ഇതുവരെയും യാതൊരു വിവരവും കിട്ടിയിട്ടില്ല. അവളുടെ ദിവ്യയുടെ ഒരു മകനുണ്ട്. മകൻ കടമ്പൂർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഈ ഇച്ചിരി പോയതിന് ശേഷം ആ കുട്ടിക്ക് സ്കൂളിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ കൂടെയാണ് കുട്ടി നിൽക്കുന്നത്. എനിക്ക് ഇത്രയും ദൂരത്ത് കൊണ്ടുവരാനോ സാധിക്കുന്നതല്ല. പ്രായമായ ആളാണ് ഞാൻ. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടായിത്തരണമെന്ന്.
ചരിത്രത്തിൽ ഇന്ന് ഗലീലി ഓർമ്മദിനം. ഭൗതിക ശാസ്ത്രജ്ഞൻ, വാനനിരീക്ഷകൻ, ജ്യോതിശാസ്ത്രജ്ഞൻ, തത്വചിന്തകൻ എന്നീ നിലകളിലൊക്കെ കഴിവ് തെളിയിച്ച ഇറ്റലിക്കാരനായിരുന്നു ഗലീലിയോ ഗലീലി. മരിച്ച 309 കൊല്ലം കഴിഞ്ഞിട്ടും ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരുടെ കൂട്ടത്തിലാണ് ഗലീലിയോ ഗലീലിയുടെ സ്ഥാനം. പ്രകൃതിയെ സംബന്ധിച്ച പല പഴയ വിശ്വാസങ്ങളും തെറ്റാണെന്ന് ആദ്യമായി തെളിയിച്ചത് അദ്ദേഹമായിരുന്നു. ലോക ചരിത്രത്തെ ഏറ്റവും സ്വാധീനിച്ച 100 വ്യക്തികളുടെ ഹ്രസ്വ ചരിത്രമാണ് ദ 100 എന്ന പേരിൽ മൈക്കിൾ ഹാർട്ട് 1978 പ്രസിദ്ധീകരിച്ച പുസ്തകം. ഈ പട്ടികയിൽ 12ാം സ്ഥാനം ഗലീലിയോയ്ക്കാണ്. അക്കാലത്ത് ചാരക്കണ്ണാടി എന്നറിയപ്പെട്ടിരുന്ന ദൂരദർശിനി ഗലീലിയോ പരിഷ്കരിച്ച് മെച്ചപ്പെടുത്തി. ആകാശഗോളങ്ങളെ അദ്ദേഹം അതിലൂടെ നിരീക്ഷിച്ചു. 1609 ഈ സംഭവം നടന്നത്. അങ്ങനെ ദൂരദർശിനി ഉപയോഗിച്ച് വാനനിരീക്ഷണം നടത്തിയ ആദ്യത്തെ വ്യക്തി ഗലീലിയോ ആയി. സ്വർഗവും അതിലെ വസ്തുക്കളും കുറ്റമറ്റതാണെന്ന അരിസ്റ്റോട്ടിലിയൻ സങ്കല്പത്തിന് നിൽക്കക്കള്ളിയില്ലാതായി. ഒരു കുഴലിനുള്ളിൽ ഉത്തല അവതല ലെൻസുകൾ 14 ഇഞ്ചോളം ദൂരത്തിൽ സ്ഥാപിച്ച് അതിലൂടെ നോക്കിയാൽ അകലെയുള്ള വസ്തുക്കൾ അടുത്ത് കാണാമെന്ന് ആരോ കണ്ടെത്തി. ചാരക്കണ്ണാടി എന്ന് പേരിട്ട ഉപകരണം പെട്ടെന്ന് പ്രചരിച്ചു. ആ ഹേമന്തത്തിൽ ഫ്രാങ്ക്ഫർട്ടിൽ അജ്ഞാതനായ ഒരു വിൽപ്പനക്കാരൻ ചാരക്കണ്ണാടിയുമായി എത്തി. ദൂരെയുള്ളവയെ കാണാൻ കഴിയുന്ന ഉപകരണത്തിന് പേറ്റന്റ് വേണമെന്ന് കാണിച്ച് ഹോളണ്ടിൽ മിഡിൽബർഗിൽ നിന്നുള്ള കണ്ണട നിർമ്മാതാവ് ഹാൻസ് ലിപ്പോഷേഗിലെ അധികാരികൾക്ക് മുമ്പിൽ 1608 ഒക്ടോബർ 2 അപേക്ഷ നൽകി. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതേ ഉപകരണത്തിന് പേറ്റന്റ് ആവശ്യപ്പെട്ട് മറ്റു 2 പേർ കൂടി അപേക്ഷ സമർപ്പിച്ചു. ഹോളണ്ടിലെ എൽക്മാറിൽ നിന്നുള്ള ജേക്കബ് ആൻഡ്രിയോൺസുൺ, മിഡിൽബർഗിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു കണ്ണട നിർമ്മാതാവ് സെക്കറിയസ് ജാൻസൺ എന്നിവരായിരുന്നു പുതിയ അപേക്ഷകർ. അതോടെ വെറുമൊരു കളിപ്പാട്ടമോ നാവിക ഉപകരണമോ അല്ലാതായി ടെലിസ്കോപ്പ് മാറി. പ്രപഞ്ചത്തെ അറിയാനുള്ള ശക്തമായ ഉപാധിയായ ആ രാത്രി കൊണ്ട് ചാരക്കണ്ണാടിക്ക് പരിണാമം സംഭവിച്ചു. ലോകം മാറാൻ തുടങ്ങിയത് ആ രാത്രിയാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.